നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സ്കൂളുകളിൽ ലഹരി പോലെ പടർന്നു പിടിക്കുകയാണ് വിദ്യാർത്ഥികളുടെ തല്ലുമാല. കൂട്ടത്തല്ലുകൾ സ്ഥിരം സംഭവങ്ങളാകുന്നു. കൂട്ടുകാരെ തല്ലാൻ നഞ്ചക്കും മാരകായുധങ്ങളും ഉപയോഗിക്കുന്ന കുട്ടികൾ. പറവൂരിൽ വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഏറ്റുമുട്ടിയത് നഞ്ചക്ക് ഉപയോഗിച്ചാണ്. കാസർഗോഡ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ 10ാം ക്ലാസ്സുകാർ വളഞ്ഞിട്ട് ആക്രമിച്ചു. മലപ്പുറം കൊണ്ടോട്ടിയിലും വിദ്യാർത്ഥികളുടെ ഏറ്റുമുട്ടലുണ്ടായി. ഈ വാർത്തകളാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. അല്ലേ മോനെ 23-ാം തീയതി പിന്നെ ടർഫിലേക്ക് കളിക്കാൻ പോകുന്നത് പറഞ്ഞു. ടർഫിലേക്ക് കളിക്കാൻ പോകുമ്പോൾ ഞാൻ പോകണ്ട, പരീക്ഷയല്ലേ പിറ്റേ ദിവസം. അല്ല, ഞാൻ 1 മണിക്കൂറിനുള്ളിൽ വേഗം വരാൻ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കാഞ്ഞങ്ങാടേക്ക് പോകുന്നുണ്ടായത്, ഞാനും ഭർത്താവും. അപ്പോൾ ഒരു കോൾ വന്നു, പിന്നെ നിങ്ങളെ കുട്ടിക്ക് ഇങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് കാണാം. അപ്പോൾ ഇത് കുട്ടീനെ അവിടെ കിടത്തിയിട്ടുണ്ട്, ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോയത്, ആംബുലൻസ് വരാൻ വേണ്ടിയിട്ട് കിടത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടി നേരെ പോയത് ദീപ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ കാണിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്ന് ഇത്ര എമൗണ്ട് ആവും പെട്ടെന്ന് ഓപ്പറേഷന്. അപ്പോൾ ഞങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് അവിടെ നിന്ന് നേരെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോയി. ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് അവരൊന്നും ഇത് പരിയാരത്തേക്ക് കൊണ്ടുപോകണം. പരിയാരത്ത് ഇവനവിടെ കളി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 9ാമത്തെ 10ാമത്തെ കുട്ടികൾ തല്ലാക്കുന്നുണ്ട്. കളിച്ചിട്ട് അവർ തല്ലാക്കുന്നുണ്ട്. ഇവർ വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞത്. 10ാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടി പിന്നെ ഇവൻ്റെ തോളിൽ കയറ്റി നീ അതിലേ പോകണ്ട, അതിലെ പോലീസ് വരും, പിന്നെ നമുക്ക് ഇതിലേ പോകാനിട്ട് ഇവനെ കൂട്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ തല്ലുന്നില്ലല്ലോ, ഞാൻ നേരെ വീട്ടിലേക്കല്ല പോകുന്നത്, പിന്നെ എന്നെന്തിനാ പോലീസ് പിടിക്കുന്നത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട നമുക്ക് ഇതിലേ പോകാമെന്ന് പറഞ്ഞിട്ട് കുട്ടീനെ കൂട്ടിയിട്ട് പോയതാണ്. കുട്ടീനെ കൂട്ടി പോയിട്ട് പുറകിൽ നിന്ന് തലക്കടിച്ചു, പിന്നെ പുറത്തേക്ക് അടിച്ചു, ചവിട്ടി. അവിടെ നിന്നാണ് വലിയ ഒരാളുടെ ഹൈറ്റുള്ള വരമ്പിൽ നിന്ന് കുട്ടീനെ തള്ളി താഴെ ഇട്ടിട്ട് അവർ തച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്ന രംഗമാണ് ഉണ്ടായത്. കാസർഗോഡ് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനത്തിനിരയായ വിദ്യാർത്ഥിയുടെ അമ്മയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. ടർഫിൽ കളി കാണാനെത്തിയ വിദ്യാർത്ഥിയുടെ കാലിൻ്റെ എല്ല് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ തകർന്നു. കാസർഗോഡ് പള്ളിക്കര സ്വദേശി വിശാൽ കൃഷ്ണനാണ് ആക്രമണത്തിന് ഇരയായത്. വയറ്റിൽ കത്തുകയറ്റുമെന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. KV ബൈജു ചേരുന്നു വിശദാംശങ്ങളുമായി. ബൈജു, നമ്മളിത് കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത കേരളമേറെ നടുക്കത്തോടെ കേട്ടതാണ്. അതിനുശേഷം ഈ ഓരോ സ്കൂളുകളിലും നടക്കുന്ന ഈ കൂട്ടത്തല്ലിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കാസർഗോഡ് 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമായ മർദ്ദനത്തിൽ, അതായത് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ക്രൂരമായ മർദ്ദനത്തിൽ കാലിൻ്റെ എല്ലൊടിയുന്ന സാഹചര്യം പോലും ഉണ്ടായത്. എന്നായിരുന്നു ഈ സംഭവം? ഇതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നോ നടപടി ഉണ്ടായിട്ടുണ്ടോ? ടോമെ, നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നിരന്തരം ചോദിക്കേണ്ടി വരുന്നു. അതിനിടയിലാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കാസർഗോഡ് നിന്നും ഇത്തരത്തിലുള്ള ഒരു വാർത്ത കൂടി വരുന്നത്. ഇത് പള്ളിക്കര തെക്കേക്കുന്നിലെ വിശാഖ് എന്ന് പറയുന്ന 9ാം തരം വിദ്യാർത്ഥിയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചത്. അതായത് ഇവർ പറയുന്നത് 23-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. കഴിഞ്ഞ മാസം 23-ാം തീയതി ഈ കുട്ടി ടർഫ്, ഇവിടെ ഒരു കാഞ്ഞങ്ങാടിനടുത്തുള്ള ഒരു സ്ഥലത്ത് ടർഫ് ഫുട്ബോൾ കളി കാണാൻ പോവുകയും അവിടെ നിന്നും ഈ 2 10ാം ക്ലാസ് അതേ സ്കൂളിലെ കുട്ടികളാണ് മറ്റൊരു കുട്ടിയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കും. പിന്നീട് 6 അടി താഴ്ചയുള്ള ഒരു കൊക്കയിലേക്ക് കുട്ടിയെ തള്ളി താഴെയെടുത്ത സാഹചര്യമാണ് ഉണ്ടായത്. അതോടുകൂടി ഈ കാല് ഒടിയുന്ന സംഭവം ഉണ്ടായത്. ഏതായാലും ഇവരുടെ ഒരു മറ്റൊരു പരാതി ഈ പോലീസ് എത്തിയിട്ട് ഈ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ സഹായിച്ചിട്ടില്ല. വീട്ടിലേക്ക് വിളിച്ചതിന് ശേഷം, വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ എത്തിയതിനു ശേഷം, അമ്മയും അതുപോലെ തന്നെ അച്ഛനും എത്തിയതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പോലും. എന്തായാലും ഇപ്പോൾ ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്നു. 2 എല്ലുകളാണ് ഈ കുട്ടിയുടെ പൊട്ടിയിട്ടുള്ളത്. ആ 2 എല്ലിന്റെയും ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് 2 വിദ്യാർത്ഥികൾക്കെതിരെ, അതായത് സഹപാഠികളായ 2 വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ പോലീസ് നടപടി സ്വീകരിക്കുമ്പോഴും ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ കുട്ടിക്ക് ഈ 9ാം തരത്തിലെ പരീക്ഷ എഴുതാൻ പോലും ഈ ഒരു സംഭവം കൊണ്ട് സാധിക്കാത്തൊരവസ്ഥയും ഉണ്ടായി. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച മറ്റൊരു വാർത്തയുണ്ടായത്. ഈ സെന്റ് ഓഫ് പാർട്ടിയിൽ കഞ്ചാവ് ഇത്തരത്തിൽ ഉപയോഗിച്ച് ആ ഒരു വാർത്ത, അത് ആ രീതിയിൽ പോലീസ് വളരെ
ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്ത അല്ലെങ്കിൽ കണ്ട ഒരു കേസാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി പുറത്തു വരുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. അപ്പോഴും 9ാം തരത്തിലും 10ാം തരത്തിലും പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഇത്തരത്തിൽ ടോമൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തല്ലുമാല എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. അത്തരത്തിൽ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചായാലും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ഈ കുട്ടിയെ അതുപോലെ തന്നെ കുത്തിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിന് സംഭവത്തിന് കാരണമായി പറയുന്നത് ഇപ്പോൾ ഈ മർദ്ദനത്തിനിരയായ കുട്ടിയുടെ സഹോദരൻ പൃഥ്വി എന്ന് പറയുന്ന സഹോദരനെ 10ാം ക്ലാസ് പഠിക്കുന്ന സഹോദരനെ ഈ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള ഒരു വിരോധമാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു മർദ്ദനത്തിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. അതായത് വളരെ നിസ്സാരമായ വാക്കുതർക്കങ്ങൾ പോലും അല്ലെങ്കിൽ നിസ്സാരമായ പ്രശ്നങ്ങൾ പോലും ഇത്തരത്തിൽ വലിയ കേസുകളിലൊക്കെ ഉൾപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ് കാസർഗോട്ടെ ഈ സംഭവം സൂചിപ്പിക്കുന്നത്. എന്തായാലും ഹോസ്റ്റൂർ പോലീസ് സംഭവത്തിൽ സംബന്ധിച്ച് പണ്ടും സ്കൂളുകളിൽ ഇതുപോലെ കുട്ടികൾ തമ്മിലുള്ള കൂട്ടയടിയൊക്കെ തല്ലുകൾ സംഘർഷമൊക്കെ പതിവായി ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇന്ന് അതിൻ്റെ സ്വഭാവം മാറുന്നു. ഈ ഒരു വിദ്യാർത്ഥിയുടെ കാല് തല്ലി ഒടിക്കുന്നു, ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു. അതാണ് പരിശോധിക്കേണ്ട ഒരു വിഷയം. ഇവിടെ ലഹരിയാണ് ഒരു പ്രധാന വില്ലൻ, അല്ലെങ്കിൽ സിനിമയാണ്. അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതുപോലെ ആക്രമണങ്ങൾ സ്കൂളുകളിലൊക്കെ ഈ തല്ലുമാലയും സംഘർഷവും ഒക്കെ ഉണ്ടാകുന്നതെന്ന് പല രീതിയിൽ ആക്ഷേപങ്ങളൊക്കെ ഉയരുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ യഥാർത്ഥ ഒരു വസ്തുത പരിശോധിക്കേണ്ടതാണ്. ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ, കാസർഗോഡ് മർദ്ദനമേറ്റ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ആക്രമിച്ച കുട്ടികൾ, അവരുടെ ഒരു സ്വഭാവം, അവരുടെ ഒരു പശ്ചാത്തലം അതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു ലഹരിക്ക് അടിമകളോ അതല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ ആണോ വിദ്യാർത്ഥികൾ? ഈ കാര്യത്തിൽ ഹോസ്റ്റൂർ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ഹോസ്റ്റൂർ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചതായാണ് പോലീസ് പറയുന്നത്. ഇന്നാണ് ഇതിന് അല്പസമയം മുമ്പാണ് ഈ സംഭവത്തിൽ കേസ് പോലും എടുത്തിരിക്കുന്നത്. അതായത് 23-ാം തീയതി കഴിഞ്ഞൊരു സംഭവമാണ്. പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ പോലീസ് നടപടി വൈകുന്നതും ഇതിന് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തരം പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ ഉണ്ടായാൽ വളരെ പെട്ടെന്ന് പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകണമെന്നൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ഇത് ഒരു ടർഫാണ്, ഫുട്ബോൾ മത്സരമാണ്. ഫുട്ബോൾ മത്സരത്തിൽ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിലാണ് ഇത്തരത്തിൽ പ്രശ്നമുണ്ടായത്. ഇതിൽ വല്ല ലഹരിയും സംഘങ്ങളോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുള്ള മറ്റെന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് സ്കൂൾ പരിസരങ്ങളിൽ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നു, എക്സൈസിന്റെ പരിശോധന ഉണ്ടായിരുന്നു, സംയുക്തമായ പരിശോധന. ഇന്നും ഇത്തരത്തിൽ വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. അപ്പോഴും ഇത്തരം പരിശോധന നടക്കുമ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ വീണ്ടും ഈ സംഘർഷം ഉണ്ടാകുന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. രക്ഷിതാക്കളെ സംബന്ധിച്ചായാലും അതുപോലെ തന്നെ അധ്യാപകരെ സംബന്ധിച്ചായാലും വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അത് നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നേരത്തെയും ഇത്തരത്തിൽ സംഘർഷങ്ങൾ സ്കൂൾ കേന്ദ്രീകരിച്ചും കോളേജ് കേന്ദ്രീകരിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് സ്വന്തം സഹപാഠിയെ തന്നെ കുത്തിക്കൊലപ്പെടുത്തുമെന്ന രീതിയിൽ ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു, വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്നു എന്നാണ് ഇതിൽ വാസ്തവം. എന്നാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി സംബന്ധിച്ച് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. നിലവിൽ 2 കുട്ടികൾക്കെതിരെ മാത്രമാണ് കാസർഗോഡ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കുട്ടി ഇപ്പോഴും ശസ്ത്രക്രിയ കഴിഞ്ഞ് 4 മാസത്തോളം വിശ്രമിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. 2 എല്ലുകളാണ് ഈ കുട്ടിയുടെ പൊട്ടിയിട്ടുള്ളത്. കാലിന്റെ 2 എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. അത് വിദഗ്ധ ശസ്ത്രക്രിയയിലൂടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീട്ടിലിപ്പോൾ എത്തിയിട്ടുള്ളത് കുട്ടി. ഈ അമ്മയും പറയുന്നതിന് വലിയ പ്രകോപനമോ വലിയ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. അതായത് 6 അടിയോളം വലിയ താഴ്ചയിലുള്ള ഒരു കൊക്കയിലേക്ക് തള്ളിയിടുന്ന സാഹചര്യം, ഒരു പക്ഷേ ജീവൻ തന്നെ പോയേക്കാവുന്ന ഒരു സാഹചര്യം പോലും ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പോലും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ശക്തമായ നടപടിയുമായി രംഗത്ത് വന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ലഹരി ചേർന്നാണ് കാസർഗോഡ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. ഇതിൽ 2 പേർക്കെതിരെ മാത്രമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്കൂളിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ നിയമപരമായ നടപടിയും ഈ ക്രിമിനൽ സ്വഭാവമുള്ള വിദ്യാർത്ഥികൾക്കെതിരെ സ്വീകരിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ കൗൺസിലിങ്ങിന് വിധേയരാക്കുക, മറ്റെന്തെങ്കിലും ഈ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് അല്ലെങ്കിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് ഇനി അവർ പോകാതിരിക്കാൻ, ഇവിടെ നാളെ അല്ലെങ്കിൽ ഭാവിയിലൊരു ഗുണ്ടാ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികൾ വഴിമാറി പോകാതിരിക്കാൻ അവരെ ഇപ്പോൾ തന്നെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ്. വടക്കൻ പറവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. നഞ്ചക്ക് ഉപയോഗിച്ച് മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേൽക്കുന്നത്. ഇത് സംബന്ധിച്ച് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണം നടക്കുന്നതായും വടക്കൻ പറവൂർ പോലീസ് അറിയിച്ചു.
നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. നവമി, ഇത് ഏതാനും രണ്ടാഴ്ചകൾക്ക് മുമ്പ്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 2 ആഴ്ചകൾക്ക് മുൻപ് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിലെ ബസ് സ്റ്റാൻഡിൽ നടന്നൊരു സംഭവമാണ്. യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു സംഘം ആണ് ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്. അതായത് ഈ താമരശ്ശേരിയിലെ ആ സംഭവത്തിന് ശേഷം ഇത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ചയാവുന്നുണ്ട്. ഈ സംഭവമുണ്ടായി, ക്രൂരമായ മർദ്ദനം ഒരു വിദ്യാർത്ഥിക്ക് ഏൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. 2 ആഴ്ച കഴിഞ്ഞിട്ടും വടക്കൻ പറവൂർ പോലീസ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയാണ് ഇതുവരെയും ഈ വിഷയവുമായി, കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത്? നവമി, പോലീസിൽ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഈ ദൃശ്യങ്ങൾ തങ്ങൾ കണ്ടിരുന്നു, പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷെ ഇതിൽ എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ പിടികൂടാത്തത്, അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ ഈ മർദ്ദിക്കുന്നത്, ഈ സ്കൂൾ വിദ്യാർത്ഥികളെ, യൂണിഫോം ഇട്ട സ്കൂൾ വിദ്യാർത്ഥികളെ മറ്റൊരു സംഘം കുട്ടികളാണ് മർദ്ദിക്കുന്നത്, അവർ യൂണിഫോമിലല്ല. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ പകല് നടക്കുന്നത്, വൈകുന്നേരത്ത് നടക്കുന്ന സംഭവമാണ്, അതും പൊതു ഇടത്തിൽ ഒരു ബസ് സ്റ്റാൻഡിന് സമീപത്താണ് കുട്ടികൾക്ക് നേരെ ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടാകുന്നത്. കയ്യിൽ ആയുധങ്ങളുമായിട്ടൊക്കെ എത്തിയാണ് ആക്രമിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇതിലൊരു നടപടി എടുക്കാത്ത, അല്ലെങ്കിൽ ഈ കുട്ടികളെ കണ്ടെത്താൻ ഇത്രയേറെ വൈകുന്നത് എന്തുകൊണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് പോലീസ് പറയുന്നത്, ഇത് ആ സംഭവം നടന്നതിന് പിന്നാലെ, അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ കണ്ടതിന് പിന്നാലെ ഞങ്ങൾ ഈ സമീപത്തുള്ള കടകളിലൊക്കെ പോയി അന്വേഷിച്ചിരുന്നു. ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ കുട്ടികളെ ഉടനെ തന്നെ കണ്ടെത്താം, ഈ യൂണിഫോം ഒക്കെ കേന്ദ്രീകരിച്ച്, ഈ യൂണിഫോം ഏത് സ്കൂളിലാണെന്നൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ കുട്ടികളിലേക്കുള്ള ഒരു അന്വേഷണം എത്തി നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ കുട്ടികളെ തിരിച്ചറിയാനാകുമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അതെപ്പോഴും ഈ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ ഈ വീഡിയോ ഇത്രയേറെ പ്രചരിച്ചതിന് ശേഷമാണ് ഒരു നടപടിയുമായി, അല്ലെങ്കിൽ ഒരു അന്വേഷണവുമായി പോലീസ് രംഗത്തെത്തിയത് എന്ന് തന്നെ പറയാം. ആ സമയത്ത് ആ കടയ്ക്ക് അടുത്തുള്ള അവിടെയൊക്കെ പറയുന്നത്, സ്ഥിരമാണ് ഇങ്ങനെ കുട്ടികൾ അവിടെ അടികൂടുന്നതും അല്ലെങ്കിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും സ്കൂൾ കുട്ടികളൊക്കെ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ പതിവ് കാഴ്ചയാണ്. പലപ്പോഴും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പോലീസ് ഒരു പരിശോധന പോലും അവിടെ ശക്തമാക്കാത്തത് എന്നിപ്പോഴും അറിയില്ല എന്നാണ് നാട്ടുകാരായ കട ഉടമകളും ഒക്കെ പറയുന്നത്. എന്തായാലും ഇത് രണ്ടാഴ്ച മുമ്പ് നടന്ന സംഭവമാണ്. ഈ അടുത്തിടയ്ക്ക് നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം ഒട്ടും നമുക്ക് ഒരു മനസ്സിന് സുഖം തരും. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമീപകാലത്ത് ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ, സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം, കൂട്ടയടിയുടെ വാർത്തകൾ വരുന്നുണ്ട്. താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ മരണം വലിയ രീതിയിൽ കേരളത്തെ, മലയാളികളെ നൊമ്പരപ്പെടുത്തിയൊരു സംഭവം തന്നെ, ഒരു വാർത്ത തന്നെയായിരുന്നു. അവിടെയും ഷഹബാസിനെ നഞ്ചക്ക് കൊണ്ടാണ് സുഹൃത്തുക്കൾ ക്രൂരമായി മർദ്ദിച്ചത്. ഇവിടെയും ഈ വടക്കൻ പറവൂരിലും നഞ്ചക്ക് ഉപയോഗിച്ചാണ് ഒരു വിദ്യാർത്ഥി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. നവമി, ഈ RDX എന്ന സിനിമയിൽ അതിലൊരു കേന്ദ്ര കഥാപാത്രം നഞ്ചക്ക് ഉപയോഗിച്ച് ഗുണ്ടകളെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ, അതിനുശേഷമാണ് ഈ നഞ്ചക്കിനെ കുറിച്ച്, അത്തരമൊരു ആയുധത്തെക്കുറിച്ച്, അതിനൊരു പ്രത്യേകിച്ച് ഒരു ഇരുതല വാളിനേക്കാൾ അപകടകാരിയായ ഒരായുധമാണ് ഈ നഞ്ചക്ക് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് ഇപ്പോൾ സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളുമൊക്കെ ഈ നഞ്ചക്ക് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഒരു അപകടം അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ? ഇവിടെയും ഈ വടക്കൻ പറവൂരിലും നഞ്ചക്ക് ഉപയോഗിച്ചായിരുന്നല്ലോ ആക്രമണം. അതെ കേട്ടോ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഒരു കുട്ടിയെ നഞ്ചക്ക് ഉപയോഗിച്ചാണ് മറ്റ് കുട്ടികൾ മർദ്ദിക്കുന്നത്. അത് ഈ കുട്ടികളെല്ലാവരും ഒന്നിച്ച് യൂണിഫോം ഇട്ട
കുട്ടികൾ അത് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അപകടകരമായിട്ടുള്ള രീതിയിലേക്കാണ് കുട്ടികൾ പോകുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകും. സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, ചിലപ്പോൾ 10ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും ഇങ്ങനെ കയ്യിൽ ആയുധങ്ങളും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ സഹപാഠികളെ ആക്രമിക്കാൻ, പ്രായക്കാരെ ആക്രമിക്കാനൊക്കെ, അതും നടു റോഡിൽ ആളുകളൊക്കെ കണ്ടു നിൽക്കെ ഇങ്ങനെ ഒക്കെ ചെയ്യാനുള്ളൊരു ധൈര്യം അവർക്ക് എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളതാണ്. പോലീസിന്റെ ഒക്കെ ഒരു പരിശോധനയില്ലായ്മ, അല്ലെങ്കിൽ ഒരു നിയമത്തിലെ ഒരു ഭയമില്ലാത്തതായിരിക്കും കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ആക്രമണം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് തന്നെ നടന്ന സംഭവത്തിൽ നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികളെ ആക്രമണം ചെയ്താൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തിയാൽ എന്നും നമുക്ക് വലിയ ശിക്ഷ ലഭിക്കില്ല എന്നൊക്കെ കുട്ടികൾ ആ രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതിന്റെ ഒരു പിൻബലം തന്നെയായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം ജുവനൈൽ ഹോമിൽ പോയതിനു ശേഷം തിരിച്ചു വന്നാൽ ഇതൊക്കെ മാറുമെന്നുള്ളൊരു ധാരണയായിരിക്കും കുട്ടികളെ ഇത്തരത്തിൽ വലിയൊരു അപകടങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആക്രമണത്തിലേക്കും സ്വന്തം സഹപാഠി ഉപദ്രവിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ടോമിപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടില്ല, പരാതിക്കാരില്ലാത്തതിനാൽ കേസ് എടുത്തിട്ടില്ല. പക്ഷെ ഇത് അന്വേഷിക്കുന്നുണ്ട്. സ്വമേധയാ കേസെടുത്ത് ഈ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് ഇതുപോലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾക്കെതിരെ നടപടി സ്വീകരിക്കണം. പ്രത്യേകിച്ച് ഈ വടക്കൻ പറവൂരിൽ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന് അത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത്, കേസെടുക്കാത്തതെന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ വിദ്യാർത്ഥികളുടെ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും പുറത്തു വരുന്നു. കൊട്ടുക്കര സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഏറ്റുമുട്ടിയത്. ട്യൂഷന് പോയ 2 വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാക്ക് തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. CV അനുമോദ് ചേരുന്നു മലപ്പുറത്തു നിന്നും വിവരങ്ങളുമായി. അനുമോദ്, നമുക്കറിയാം ഈ താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത അനുമോദ് റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് ഈ ഇൻസ്റ്റഗ്രാമിലൂടെ കൊലവിളി മുടക്കുന്നവർ, ഗൂഢാലോചന നടത്തുന്നവർ, അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് പ്രായത്തിൻ്റെ ആനുകൂല്യം കിട്ടും, പരീക്ഷയായതിനാൽ, SSLC പരീക്ഷയായതിനാൽ മറ്റ് നിയമപരമായ നടപടികൾ ഉണ്ടാകില്ല. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നിയമത്തിൻ്റെ പഴുതുകളൊക്കെ വ്യക്തമായി അറിയാവുന്ന ഒരു കൂട്ടം കുട്ടികളാണ് ഇവിടെ വളർന്നു വരുന്നത്. അവർ ക്രിമിനൽ വാസനയിലേക്ക് മാറുന്നു. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഈ അടിപിടിക്കിടെ ഒരു വിദ്യാർത്ഥി നിലവിളിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരാൾ പോലും, ഒരു വിദ്യാർത്ഥി പോലും അവരെ പിടിച്ചു മാറ്റാൻ പോലും തയ്യാറാകുന്നില്ല. നമ്മുടെ ഈ വിദ്യാർത്ഥികളെ, കുട്ടികളെ ഇങ്ങനെ ഈ അക്രമവാസനയിലേക്ക് മാറ്റുന്നതിൽ പല ഘടകങ്ങളുണ്ടാകാം. അല്ലെങ്കിൽ മാതാപിതാക്കൾ പൊതുസമൂഹത്തെയും അല്ലെങ്കിൽ അധ്യാപകരെയും ഇവിടുത്തെ നിയമത്തെയൊക്കെ പഠിക്കുമ്പോൾ മാതാപിതാക്കളാണ് ഇവിടുത്തെ ഉത്തരവാദി. ഈ കുട്ടികൾ ഇങ്ങനെയാകാൻ വഴിപിടച്ചു പോകാനുള്ള കാരണമെന്ന് മാതാപിതാക്കളാണെന്ന് വിമർശിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകളെ, സിനിമയെ കുറ്റപ്പെടുത്തുന്നവർ, അല്ലെങ്കിൽ ലഹരിയാണ് ഇതിലെ പ്രധാന വില്ലനെന്ന് പറയുന്നവർ. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ഇതുപോലെ ഒരു അധ്യാപകർ ഇതുപോലെ വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലുകയോ അല്ലെങ്കിൽ സ്കൂളുകൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുകയോ ചെറിയ കുസൃതി കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മുൻപൊക്കെ അധ്യാപകർ വിദ്യാർത്ഥികളെ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശകാരിച്ചു കഴിഞ്ഞാൽ അധ്യാപകനെതിരെ പരാതിയുമായി വരുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ പോലീസ് നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പോലീസുകാർ വിദ്യാർത്ഥിയെ, തങ്ങളുടെ മകനെ മർദ്ദിച്ചുവെന്ന് പരാതിയുമായി മേലുദ്യോഗസ്ഥരുടെ സമീപത്ത് ഈ പരാതിയുമായി പോകുന്ന മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെയല്ലേ ഇതുപോലുള്ള അക്രമ സ്വഭാവത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വഴിമാറുന്നത്? ഈ കൊണ്ടോട്ടിയിൽ എന്താണ് സംഭവിച്ചത് അനുമോദ്? കൊണ്ടോട്ടിയിലെ ഫെബ്രുവരി 20-നായിരുന്നു നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട സംഭവം ഉണ്ടായത്. ഇവർ കൊട്ടുക്കര സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ 2 പേരും, ഒരാൾ ഇംഗ്ലീഷ് മീഡിയവും ഒരാൾ മലയാളം മീഡിയവും. 2 പേരും തമ്മിൽ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2 പേരും തമ്മിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സ്കൂളിൽ വെച്ച് തന്നെ എപ്പോഴും പരസ്പരം വെല്ലുവിളിയും വാഗ്വാദവും അങ്ങനെയുള്ള ഒക്കെ നടത്തുന്നവരാണ്.
അപ്പോൾ മോഡൽ പരീക്ഷ കഴിഞ്ഞ അവസാനത്തെ ദിവസം ആരാണ് കേമൻ ആരാം എടുക്കുന്നത് തല്ലി തീരുമാനിക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി കൂട്ടുകാരൊക്കെ ആയിട്ട് ഈ സ്കൂളിലെ ഗ്രൗണ്ടിൽ പോയിട്ട് അടി കൂടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്ത്. ഇതൊക്കെ മൊബൈലിൽ ഒരാൾ പകർത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ അടി കൂടുന്നത് കണ്ട് അവിടെ നാട്ടുകാർക്ക് യൂണിഫോം കണ്ട് മനസ്സിലായപ്പോൾ കൊട്ടുക്കര സ്കൂളിൽ എന്ന് പറയുകയും അവർ സ്കൂൾ അറിയിക്കുകയും ചെയ്തു. സ്കൂളിൽ നിന്ന് അധ്യാപകർ വന്നപ്പോഴേക്കും ഇവർ അടിയൊക്കെ കൂടി അവസാനിപ്പിച്ച് പോയിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങൾ പിറ്റേ ദിവസം ആ സ്കൂളിലെത്തുകയും ആ ദൃശ്യങ്ങളിലൂടെ ഈ കുട്ടികൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി സ്കൂൾ അധികൃതർ അവരെ സെൻഡ് ഓഫ് പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ട, ഈ പരീക്ഷ എഴുതി പോയാൽ മതി എന്ന് പറഞ്ഞയക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. അതായത് സ്കൂളിലെ ഏറ്റവും അവസാനത്തെ മോഡൽ പരീക്ഷയുടെ സമയത്തായിരുന്നു ഈ ഒരു നടപടി ഉണ്ടായിരുന്നത്. അപ്പോൾ സെൻഡ് ഓഫിൽ പങ്കെടുപ്പിക്കാതിരിക്കുക മാത്രമാണ് സ്കൂളിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഉണ്ടായിരുന്നത്. അത് ചെയ്ത് അവരെ ഇപ്പോൾ പരീക്ഷ എഴുതുന്നുണ്ട് എന്നാണ് അവർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം. ഇനി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരൊക്കെ ഹീറോയിസം ആണ് ഇതിലൂടെയൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ക്ലാസ്സിൽ പണ്ട് നമ്മളൊക്കെ ഈ 90s കിഡ് അല്ലെങ്കിൽ തന്ത ബൈബിളുള്ളവരൊക്കെ പറയാമെന്ന് കൂട്ടിയാൽ മതി. ആ ഇതിലുള്ള സ്കൂളിലുള്ളവരൊക്കെ പരസ്പരം തല്ലിയിട്ടൊക്കെ ഉണ്ടാകും, മുഖത്ത് കൊണ്ടും തല്ലും. പക്ഷേ അതൊക്കെ ആ ഒരു 10 മിനിറ്റിന് അപ്പുറത്തേക്ക് നീണ്ടുപോകുന്നതായിരിക്കില്ല. ഈ പറയുന്ന തല്ലുവൻ തന്നെ തോള് കൈയിട്ട് പോവുകയും ചെയ്തിരിക്കും. പക്ഷെ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല, ഇവിടെ ഗ്യാങ് ആവുകയാണ്. അവർ മാസമായിട്ട് അക്രമം കാണിക്കുകയാണ്. അത് കാണിക്കുക മാത്രമല്ല, അത് മൊബൈലിൽ ചിത്രീകരിച്ച് അവരുടേതായ ഇൻസ്റ്റാഗ്രാം പേജുകളിലും സൈബർ സ്പേസുകളിലും പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തലം മാറുകയാണ് ചെയ്യുന്നത്. അതായത് അവർ ചെയ്യുന്നത് എന്തോ മഹത്തായ ഒരു കാര്യമാണെന്ന് ആരൊക്കെയോ കാണിക്കാൻ വേണ്ടി, ആരൊക്കെയോ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടി ഇതൊക്കെ ഭയങ്കര ബ്രൂട്ടലായിട്ട് ചെയ്ത് അത് പ്രചരിപ്പിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തതുകൊണ്ടല്ല അത് ചെയ്യുന്നത്. പക്ഷേ അത് തങ്ങളുടെ മാസ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളായിട്ട് ഈ അക്രമങ്ങളെയും അത് പ്രചരിപ്പിക്കാനുള്ളൊരു മീഡിയമായിട്ട് ഇൻസ്റ്റഗ്രാമിനെയും സോഷ്യൽ മീഡിയനെയൊക്കെ അവർ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് ഇത് കൈവിട്ടു പോകുന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പേടിക്കേണ്ടത്. കാരണം സ്കൂളുകളിൽ തല്ലുണ്ടാവുന്നതും പണ്ടത്തെ കാലത്ത് ആ തല്ലിയവർ തന്നെ പിന്നീട് കൂട്ടുകൂടുന്നതൊക്കെ അന്നത്തെ കാലത്തൊക്കെ സ്വാഭാവികമായിട്ടും ഒരു നടന്നു പോകുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്നൊരു കാര്യം. അതിനൊന്നും ഒരു കാലത്തും തല തല്ലിപ്പൊളിച്ച് മറ്റ് സുഹൃത്തിനെ കൊല്ലുന്ന അവസ്ഥയോ അങ്ങനെ ജീവന് ഹാനി വരുത്തുന്ന അവസ്ഥയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇവരൊക്കെ പലതിലും അഡിക്റ്റഡ് ആവുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഈ പ്രചരണം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ വേണം. അപ്പോൾ ഈ കുട്ടികൾ സംഭവം അവരിൽ ആരാണ് മികച്ചവൻ അല്ല ആരാണ് ശക്തി കൂടിയവൻ എന്ന് കാണിക്കാൻ വേണ്ടി രണ്ടു കൂടി തല്ലുകൂടി അതിനെ അപ്പോൾ ഒരു പ്രോത്സാഹിപ്പിച്ചു, കൈയടിച്ചു, ഒരാൾ മൊബൈലിൽ അത് വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചു. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതും ഇപ്പോൾ കൂടുതലായിട്ട് ഷഹബാസിൻ്റെ മരണത്തിന് ശേഷമാണ് ഈ വാർത്തകളൊക്കെ കൂടുതലായിട്ട് ഇടം പിടിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് ഈ ഒരു തരത്തിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അത് മുൻകൂട്ടി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല ഒരു സംഭവം അത് ചെയ്യുന്നത് ക്രൈമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ ഇൻവോൾവ് ആവുക, ആ ക്രൈമിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന കാര്യത്തിൽ കൃത്യമായ ധാരണയോടെ പെരുമാറുക, ഇതൊക്കെ ഒരു 15-16 വയസ്സുള്ള കുട്ടികളാണ് ചെയ്യുന്നതെന്ന് ഒരിക്കൽ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ആ വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് പേടിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ സാഹചര്യങ്ങളെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് പറയാതെ പറ്റില്ല. അതിന് സാമൂഹ്യ മാധ്യമം ഈ കൃത്യമായിട്ട് പറഞ്ഞ സിനിമകളെക്കാളൊക്കെ തീർച്ചയായും അത് തന്നെയാണ് അനുമോദ് സൂചിപ്പിച്ചതുപോലെ പണ്ടും സ്കൂളുകളിലൊക്കെ ഇതുപോലെ സംഘർഷം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇന്ന് ഈ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ആയുധങ്ങൾ എടുക്കുന്നത്. പിന്നീട് അവർക്കെതിരെ സ്കൂളോ അല്ലെങ്കിൽ നമ്മൾ നിയമപരമായ നടപടി ഉണ്ടാകാറില്ല. ഇവർ പഠിച്ച് അല്ലെങ്കിൽ കോളേജിലേക്ക് ഡിഗ്രി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസത്തിനായി കോളേജുകളിലേക്ക് എത്തുമ്പോൾ ഇതിലും വലിയ രീതിയിൽ, കാരണം ഈ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ തങ്ങൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് തന്നെ കൂടുതൽ അക്രമവാസനയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ പോലും ഒരു നടപടി ഇവർക്കെതിരെ സ്വീകരിക്കാത്തത്? ആൻറ്റി റാഗിംഗ് സംവിധാനം അല്ലെങ്കിൽ ലഹരിക്കെതിരായ സമിതികളൊക്കെ ഉണ്ട് എന്ന് വലിയ ഉദ്ഘോഷിക്കുന്ന പല സ്കൂളുകളും ഇതുപോലെ കുട്ടികളുടെ അക്രമവാസനയ്ക്കെതിരെ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഘർഷങ്ങൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് അനുമോദ്? സത്യം പറഞ്ഞാൽ ഈ സ്കൂളുകളിലൊക്കെ എല്ലാ സ്കൂളുകളിലും PTA അവകാശപ്പെടുന്നത് ഞങ്ങൾ ഇതിനൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, മൊബൈൽ ഫോൺ ഞങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ പിടിച്ചു വാങ്ങിക്കാറുണ്ട്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ വീട്ടുകാരെ വിവരം അറിയിക്കാറുണ്ട്, അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു അധ്യാപകന് പോലും ഒരു പക്ഷേ ഇത് ചിലപ്പോൾ ചോദ്യം ചെയ്യാനുള്ള കഴിവുണ്ടാവണമെന്നില്ല. കാരണം ഈ കുട്ടികൾ ഒന്നിച്ച് അയാളെ ആക്രമിക്കില്ല എന്ന് എന്താണ് ഈ അധ്യാപകന് ഉറപ്പ്? ഒപ്പം പഠിച്ചിരുന്ന ഒരുത്തനെ തല്ലിക്കൊന്നവർ അധ്യാപകനെ കൂട്ടത്തിൽ കിട്ടിയാൽ വെറുതെ വിടില്ല എന്ന് പറയാൻ കഴിയുമോ? അതും കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് അവർ ചെയ്യില്ലേ?
ജീവന് പേടിയില്ലാത്തത് ആരായുണ്ടാവുക? ഏത് അധ്യാപകനാണെങ്കിലും ഏത് വിദ്യാർത്ഥിയായാലും ഉമ്മാർ തീർക്കുമോ എന്നുള്ള പേടി മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുക? അപ്പോൾ ഇവിടെ രക്ഷിതാക്കളെയാണ് ഇവിടെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കുട്ടികളുടെ മൊബൈൽ ഫോണിൽ എന്തെല്ലാം ഉണ്ടെന്ന് പോലും ഇവർക്ക് അറിയില്ല. ഈ കുട്ടികളുടെ മൊബൈൽ ഫോൺ എങ്ങനെ അവർ യൂസ് ചെയ്യുന്നു ഇവർക്ക് അറിയണ്ടാവില്ല. ഇതിൻ്റെ സ്ക്രീൻ ലോക്ക് എന്താണ്, ഇതിൻ്റെ ഉള്ളടക്കം എന്താണ്, ഇൻസ്റ്റഗ്രാം എന്താണ്, ഇതിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കുട്ടികൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഏത് തരത്തിലാണ് അവരുടെ ബന്ധങ്ങൾ വ്യാപിച്ചിട്ടുള്ളത്, ഈ കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ ഈ തലമുറയിൽപ്പെട്ട രക്ഷിതാക്കളിൽ 90% പേർക്കും അറിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ സൈബർ സാക്ഷരത എന്നുള്ള രീതിയിലല്ല, ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് രക്ഷിതാക്കൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഈ മക്കൾ പോകുന്ന വഴി ഏതാണെന്ന് അവർക്ക് അറിയാതെ പോകും. ഒരുപക്ഷെ അതുതന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രമാത്രം വഷളാവാനുള്ള ഒരു കാരണവും. കാരണം രക്ഷിതാക്കളെ കൃത്യമായിട്ട് കബളിപ്പിക്കാൻ ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ കഴിയുന്നുണ്ട്. അതിൻ്റെ കാരണം രക്ഷിതാക്കൾക്ക് ഈ മൊബൈൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഈ മക്കളുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇവിടെ മുതലെടുത്തുകൊണ്ട് അതേ ജനറേഷനിൽപ്പെട്ട അധ്യാപകരാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്കും കഴിയണമെന്നില്ല. അപ്പോൾ ഏത് കാലത്തും സജീവമായിട്ട് നിൽക്കുന്ന മാധ്യമം അല്ലെങ്കിൽ മീഡിയ ഏതാണോ അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ കൈകാര്യം ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്നവരെ നമുക്ക് തടയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ രക്ഷിതാക്കൾ ഇക്കാര്യങ്ങളിൽ കുറെ കൂടി ജാഗ്രത കാണിക്കേണ്ടത്. മക്കളെ നിലനിൽക്കണമെങ്കിൽ, മക്കൾ വേണമെങ്കിൽ അതിനുവേണ്ടി അവർ തയ്യാറാകേണ്ടി വരും എന്നുള്ളതാണ് ആദ്യം നമുക്ക് പറയേണ്ടി വരിക. യെസ്, ഒരു തന്ത വൈബ് എന്നൊക്കെ പറയുന്ന പോലത്തുള്ള ഒരു വാക്കുകളാണ് സി വി അനുമോദിൻ്റെ ഭാഗത്തു നിന്നും. സി വി അനുമോദിൻ്റെ ഒരു നിരീക്ഷണം തന്നെ അതാണ്. കാരണം ഇവിടെ മാതാപിതാക്കളുടെ ഒരു ഇടപെടലാണ് ഇവിടെ ആദ്യം വേണ്ടത്. കുട്ടികൾ ആരൊക്കെയാണ് കുട്ടികളുടെ സുഹൃത്തുക്കൾ, അതല്ലെങ്കിൽ അവരുപയോഗിക്കുന്നത് എന്തൊക്കെയാണ്, അവരുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, അതൊക്കെ മാതാപിതാക്കളുടെ കൃത്യമായൊരു നിരീക്ഷണം വേണ്ടതാണ്. മാത്രമല്ല സ്കൂളുകളിൽ ഇതുപോലുള്ള അക്രമവാസന ചുരുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ PTA ഭാഗത്തുനിന്നും അധ്യാപകരുടെ ഭാഗത്തുനിന്നും വേണം. ഇതുപോലെ അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലാണ് ഉണ്ടാകേണ്ടത്. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു വിദ്യാർത്ഥി കൂടി പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിൽ. കുറ്റകൃത്യത്തിൽ കുട്ടിയുടെ പങ്ക് അന്വേഷണത്തിൽ വ്യക്തമായ സാഹചര്യത്തിൽ വിദ്യാർത്ഥിയെ പ്രതി ചേർക്കും. കേസിലെ പ്രതികളിൽ ഒരാൾ അടുത്ത സുഹൃത്താണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. മൊബൈൽ ഫോണിൽ നിന്ന് ഷഹബാസുമൊത്തുള്ള ഫോട്ടോകൾ ലഭിച്ചു. കുറ്റകൃത്യത്തിന് മുതിർന്നവർ പ്രേരണയായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. സജീവ് സി വാര്യർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. സജീവ്, ഈ ഷഹബാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരടുത്ത സുഹൃത്തിന് പങ്കുണ്ട് എന്ന് ഷഹബാസിൻ്റെ പിതാവ് തന്നെ ആരോപണം ഉന്നയിച്ചതാണ്. അവരൊന്നിച്ചുള്ള ചിത്രങ്ങളൊക്കെ, ഫോട്ടോകളൊക്കെ നേരത്തെ പോലീസിനും ലഭിച്ചിരുന്നു. നിലവിൽ ഒരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടല്ലോ. നിലവിൽ എത്ര പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുള്ളത്? ടോം, ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത് ഇപ്പോഴുള്ള 5 പേര്, ഇന്നൊരു 6ാമത്തെ ആളെ കൂടി കസ്റ്റഡിയിലെടുക്കുന്നു. അത് കഴിഞ്ഞ് കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ, അതായത് സംഘം ചേർന്ന് മർദ്ദിക്കാനുള്ള ഒരു ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളത് വ്യക്തമാണ്. അത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ ഇവരുടെ ഫോണിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ഇവർ പരസ്പരം അയച്ച വോയിസ് മെസ്സേജുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. അതോടൊപ്പം അവരുടെ ഫോട്ടോസ്, മറ്റു തരത്തിലുള്ള സന്ദേശങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു. അതിലെല്ലാം തന്നെ വ്യക്തമായ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർക്ക് ഇവർ സന്ദേശങ്ങൾ അയച്ച മറ്റ് വിദ്യാർത്ഥികളെ കൂടി ചോദ്യം അതായത് മൊഴിയെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മൊഴിയെടുക്കലിന് ശേഷം അവരുടെ പങ്ക് തെളിയുന്ന ഘട്ടത്തിൽ അവരെയും കസ്റ്റഡിയിലെടുക്കുന്ന കാര്യം പോലീസ് ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം മുഹമ്മദ് ഇക്ബാൽ, ഇപ്പോൾ മരിച്ച ഷഹബാസിൻ്റെ പിതാവ്, ഒരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മുതിർന്നവരുടെ കൂടി ആസൂത്രണത്തിലാണ് ഈ കൊലപാതകം നടന്നത്, ഈ ആക്രമണം നടന്നത് എന്ന് വ്യക്തമാണെന്നാണ് അദ്ദേഹം ആരോപിച്ചിരുന്നത്. അത് പോലീസും ഇപ്പോൾ ശരിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ TP കേസ് പ്രതിയുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയുടെ മകൻ ഈ കേസിൽ പ്രതിയാണ്. അദ്ദേഹത്തിന് മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. നേരത്തെ ജയിലിൽ കിടന്ന ആളാണ്. ജയിലിൽ വെച്ചാണ് TP കേസ് പ്രതിയുമായി
ബന്ധം ഉണ്ടാകുന്നത്. അതിനുശേഷം പരോളിലിറങ്ങിയ ഘട്ടത്തിലാണ് ഇവർ ഒന്നിച്ചുള്ള ഫോട്ടോസ് എല്ലാം എടുത്തത്. ഈ സാഹചര്യത്തിൽ ഇയാളുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്ക് കണ്ടെടുക്കുന്നത്. നഞ്ചക്ക് ഉപയോഗിച്ച് തലയൊട്ടി തകർത്താണ് ഷഹബാസിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശമില്ലായിരുന്നെങ്കിൽ പോലും മരണത്തിന് കാരണമാകുന്ന ആ ആഘാതമാണ് എന്ന് അങ്ങനെയെങ്കിൽ പോലീസ് സംശയിക്കുന്നത് പോലെ ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിന് മുതിർന്നവർ പ്രേരണയായിട്ടുണ്ട് എന്ന് പോലീസ് കരുതുന്നുണ്ടല്ലോ. കാരണം ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വിദ്യാർത്ഥിയുടെ പിതാവിന് ക്രിമിനൽ പശ്ചാത്തലമുള്ളതാണ്. അങ്ങനെ ആരുടെയെങ്കിലും പ്രേരണ, മാതാപിതാക്കളുടെ പ്രേരണയിലാണോ അല്ലെങ്കിൽ അവരുടെ അറിവോടുകൂടിയാണോ ഷഹബാസിനെ ഇങ്ങനെ സംഘം ചേർന്ന് ആക്രമിച്ചത്? അതാണിപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ഈ നഞ്ചക്ക് പിതാവിൻ്റെ പക്കലുണ്ടായിരുന്നതാണ്. അത് ഈ കുട്ടിക്ക് എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ അത് ഇയാൾ തന്നെ കൈമാറിയതാണോ, അല്ലെങ്കിൽ അയാൾ അറിയാതെ കുട്ടി എടുത്തുകൊണ്ട് പോയതാണോ, അതല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചോളാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവ് തന്നെ നൽകിയതാണോ എന്നെല്ലാമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം പുറത്തുള്ള മറ്റാളുകൾ ഇതുപോലെ കൊട്ടേഷൻ സംഘങ്ങളോ അല്ലെങ്കിൽ മയക്കുമരുന്ന് സംഘങ്ങളോ ആയിട്ടും ഈ കുട്ടികൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത്തരം മുതിർന്ന ആളുകൾ കൂടി ഈ കേസിൽ പ്രതിയാകുന്ന ഒരു സാഹചര്യം വരും. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഘർഷത്തിന് തുടർച്ചയായാണ് ഷഹബാസിനെതിരെയുള്ള ആക്രമണം ഉണ്ടായത്. അപ്പോൾ തന്നെ ഇത് സംബന്ധിച്ചൊരു ആസൂത്രണം നടന്നുവെന്ന് നേരത്തെയുള്ള വോയിസ് മെസ്സേജുകൾ, നമ്മൾ പുറത്തു വന്ന ലീക്കായിട്ടുള്ള മെസ്സേജുകളുണ്ടല്ലോ, അതെല്ലാം തന്നെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും അതിനേക്കാൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള, കുറച്ചുകൂടി ആഴത്തിലുള്ള വിവരങ്ങൾ പോലീസിൻ്റെ കയ്യിൽ ലഭ്യമാണ്. അതുപ്രകാരമാണ് ഇപ്പോൾ പുതിയൊരു കുട്ടിയെ കൂടി ഈ കേസിൽ പ്രതിയാക്കുന്നത്. ഈ കുട്ടികളെല്ലാം തന്നെ ഈ ജുവനൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുമ്പിൽ ഈ കുട്ടിയെ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും കുട്ടിയെ എങ്ങനെയാണ് ഈ തുടർന്നുള്ള പരീക്ഷ എങ്ങനെ എഴുതണം. 10ാം ക്ലാസ്സുകാരനാണ്. മറ്റു കുട്ടികൾ 5 കുട്ടികളും ജുവനൈൽ ഹോമിൽ, അതായത് വെള്ളിമാട് ജുവനൈൽ ഹോമിൽ വെച്ചാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷാ കേന്ദ്രം 2 തവണ മാറ്റേണ്ടി വന്നു ഈ കുട്ടിയെ പരീക്ഷ എഴുതിക്കാൻ. പുറത്ത് പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അവരെ അവിടെ നിന്ന് മാറ്റേണ്ടതില്ല എന്ന് പരീക്ഷാ ഭവൻ്റെയും കൂടി തീരുമാനത്തിൽ അവരോട് കൂടി ആലോചിച്ചാണ് ഇക്കാര്യത്തിൽ പരീക്ഷാ കേന്ദ്രം ജുവനൈൽ ഹോമിലാക്കുന്നത്. തീർച്ചയായും സജീവ്, നിലവിലെ ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന് പോലീസ് കരുതുന്നു. അതോടൊപ്പം മുതിർന്നവർ ഈ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഈ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ അറിവ് അല്ലെങ്കിൽ അവർക്കും ഇതിൽ പ്രേരണയോ പങ്കോ ഉണ്ട് എന്ന് തെളിഞ്ഞാൽ സ്വാഭാവികമായും മുതിർന്നവർക്കെതിരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി വേണ്ടതല്ലേ? കൂടുതൽ പേരെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടോ? ഇക്കാര്യത്തിലുള്ള ചോദ്യം ചെയ്യൽ നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. വ്യക്തമായ സൂചനകൾ ലഭിച്ചാൽ മുതിർന്നവർക്കെതിരെയും കേസെടുക്കുമെന്നാണ് പോലീസ് സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അത് ഈ കുട്ടികളുടെ ഐഡന്റിറ്റി പുറത്താവാത്ത തരത്തിൽ കേസിൽ പ്രതി ചേർക്കുന്നതായിരിക്കും പോലീസിൻ്റെ നടപടി. കാരണം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടികളുടെ വിവരങ്ങൾ പുറത്ത് അറിയിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഈ കുട്ടിയുടെ പിതാവാണെങ്കിൽ പോലും അവരുടെയൊക്കെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത രീതിയിലുള്ള നടപടിയായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. ഈ കുട്ടികളുടെ മാതാപിതാക്കളും ഒപ്പം പുറത്തുള്ള ഇവരുമായി ബന്ധമുള്ള മറ്റ് മുതിർന്ന ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ആദ്യം CCTV നിരീക്ഷണമാണ് പോലീസ് ശക്തമാക്കിയത്. നേരത്തെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഏരിയയിലുള്ള എല്ലാ CCTVയും പരിശോധിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഇവർ തമ്മിലൊക്കെ ആരൊക്കെ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഇതിനുശേഷമാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. ആ ചോദ്യം ചെയ്യൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രതി ചേർക്കുന്ന അടക്കമുള്ള, ആദ്യം കസ്റ്റഡിയിൽ എടുക്കും, പിന്നീട് പ്രതി ചേർക്കുന്ന അടക്കം. ഇതോടൊപ്പം അറിയേണ്ടത്, നമുക്കറിയാം ഈ 2025 തുടങ്ങിയ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ യുവാക്കളും കുട്ടികളും ഒക്കെ പ്രതികളായിട്ടുള്ള പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് താമരശ്ശേരിയിലാണ്. ഇന്നലെയാണ് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ സഹോദരൻ അനുജനെ ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ 2025 ആദ്യം, ജനുവരി മാസം ആദ്യം തന്നെ ഒരു ലഹരിക്കടിമയായ മകൻ അമ്മയെ കൊലപ്പെടുത്തിയ വാർത്ത കേട്ടതും താമരശ്ശേരിയിലാണ്. ഈ ഒരു വിഷയത്തിൽ ഈ തുടർച്ചയായി ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളുടെ അല്ലെങ്കിൽ ലഹരി കേസുകളുടെ പശ്ചാത്തലത്തിൽ പോലീസ് എത്രത്തോളം പരിശോധനകൾ ഈ താമരശ്ശേരിയും സമീപ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്? ടോം, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, താമരശ്ശേരി കൊടുവള്ളി മേഖലകളിലെല്ലാം തന്നെ
സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട വലിയ ഡീലിങ്സ് നടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ട്. അതായത് സ്വർണം കടത്താനായി കുട്ടികളുടെ യൂണിഫോമിലുള്ള കുട്ടികളുടെ ബാഗിൽ സ്വർണം കടത്തുന്ന രീതിയുണ്ട്. ഒപ്പം തന്നെ മയക്കുമരുന്ന് കടത്തുന്നതിനും ഇത്തരം കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു റാക്കറ്റ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണെങ്കിൽ പോലും പോലീസിൻ്റെ പക്കൽ ഇത്തരം വിവരങ്ങൾ ലഭ്യമാണ്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ലഹരിക്ക് അടിമയായ ആളുകൾ, ലഹരി വ്യാപാരവും അതിനൊപ്പം തന്നെ ലഹരിക്ക് അടിമയാവുന്ന ആളുകളുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ മേഖലയിലെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലകളിൽ ക്രിമിനൽ സംഭവങ്ങൾ കൂടുതൽ അത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചതെന്ന് വേണം കരുതാൻ. ഒപ്പം തന്നെ ഈ കുട്ടികളുടെ കാര്യത്തിലും ഇപ്പോൾ ഇത് പ്രതി ചേർക്കപ്പെട്ട കുട്ടികളുടെ കാര്യത്തിലും എല്ലാം തന്നെ അവരുടെ കൂട്ടുകാരുടെ കാര്യത്തിലും എല്ലാം തന്നെ പോലീസ് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലഹരി മാഫിയ, അതുപോലെ സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങൾ, നേരത്തെ ടോം തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഈ മേഖലയിൽ സ്വർണം പൊട്ടിക്കൽ, അതുപോലെ സ്വർണ്ണക്കടത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. ആ ആളുകളുമായിട്ടൊക്കെ ഈ കുട്ടികൾക്ക് ബന്ധമുണ്ടോ? അതായത് കുട്ടികളുടെ ബന്ധമല്ല, സത്യത്തിൽ ഈ കുട്ടികളെ ഇരയാക്കാൻ അല്ലെങ്കിൽ വലയിൽ വീഴ്ത്താൻ അത്തരം ആളുകൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളർന്നു വരുന്ന ഒരു പ്രായത്തിലുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ അവർക്ക് ആ സാഹചര്യം ഒരുക്കി കൊടുത്ത അവരുടെ മനോനില, ഇന്നലെ ബൈജു SP പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടികളുടെ മനോനില തന്നെ വേറൊരു രീതിയിലാണ്. കുട്ടികളുടെ മനസ്സല്ല ഈ പ്രതികൾക്കുള്ളത് എന്നാണ്. ആ നിലയിലേക്ക് കുട്ടികളെ കൊണ്ടുപോയത് എന്താണെന്നുള്ളത് കൗൺസിലർമാരെ വെച്ച് പരിശോധിക്കുന്ന ഒരു സാഹചര്യം വരെ ഇപ്പോഴുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ വിപുലമായ ഒരു പരിശോധനയും അന്വേഷണവുമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. വ്യക്തമാണ്. സജീവ് C. വാര്യരാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും. സജീവ് സൂചിപ്പിച്ചതുപോലെ ഇത് കുടുംബങ്ങളിലെ സാഹചര്യങ്ങളടക്കം ഒരുപക്ഷേ ഈ കുട്ടികളെ, വിദ്യാർത്ഥികളെ ഇതിൽ അക്രമവാസനയിലേക്ക് അല്ലെങ്കിൽ ലഹരിക്ക് അടിമകളാക്കാനൊക്കെ അവരെ പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കാം. കൃത്യമായ ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൻ്റെയും അതോടൊപ്പം മാതാപിതാക്കളുടെയും ഇടപെടൽ ഈ വിഷയങ്ങളിൽ ആവശ്യമാണ്. സംസ്ഥാനത്ത് ലഹരി സംഘങ്ങൾക്കായി വ്യാപകമായ പരിശോധന നടത്തുകയാണ് പോലീസ്. തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ നടത്തിയ റെയ്ഡിൽ പെരുമാതുറ സ്വദേശി അസറുദ്ദീനിൽ നിന്നും ലഹരി മരുന്ന് കണ്ടെടുത്തു. കോഴിക്കോട് 89 ഗ്രാം MDMA-യുമായി കുണ്ടായിത്തോട് സ്വദേശി അജിത്തിനെ പോലീസ് പിടികൂടി. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കഴിഞ്ഞ 3-4 ദിവസത്തിനിടെ പോലീസ് സംസ്ഥാനത്തെമ്പാടും ലഹരി സംഘങ്ങൾക്ക് വേണ്ടി വലവിരിച്ചിരിക്കുകയാണ്. 10,000-ലധികം ഈ ലഹരി സംഘത്തിൽപ്പെട്ടവരെ 10,000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തെന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി പേർ പിടിയിലായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലായി പോലീസ് നടത്തിയ ഈ ലഹരി വേട്ടയിൽ എത്ര പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്? എത്ര പേർ അറസ്റ്റിലായിട്ടുണ്ട്? പോലീസിൻ്റെ നടപടികൾ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഡാൻ, സംസ്ഥാന വ്യാപകമായ പരിശോധനയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലഹരി സംഘങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 63 കൊലപാതകങ്ങളാണ് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി ഉണ്ടായത്. ഇതിൽ 30ഓളം കേസുകളിൽ പ്രധാന വില്ലനായി മാറിയത് രാസലഹരിയുടെ ഉപയോഗമാണ്. പ്രതികൾ രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്നതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ആ പശ്ചാത്തലത്തിലാണ് വീടുകൾക്കുള്ളിൽ വെച്ച് നടന്ന ഈ അധിക കൊലപാതകങ്ങളുടെയും പ്രധാന വില്ലനായി മാറിയ ഈ ലഹരിയുടെ വ്യാപനം അത് തടയുന്നതിന് വേണ്ടി, അതിൻ്റെ വേരുകൾ മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർണായകമായ നീക്കം ഓപ്പറേഷൻ D-ഹണ്ട് എന്ന പേരിൽ സംസ്ഥാനത്ത് പോലീസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 17,246 പേരെയാണ് ഏതാനും ദിവസങ്ങൾക്ക് ഇടയിൽ മാത്രം സംശയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധനകൾക്ക് വിധേയമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം അറസ്റ്റ് ചെയ്ത കേസുകളുടെ എണ്ണം, അതായത് 2,762 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 2,854 പേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 3-4 ദിവസം നടന്ന പരിശോധനയ്ക്കിടയിലാണ് ഇങ്ങനെ വിപുലമായ ഒരു അറസ്റ്റും വിപുലമായ കേസുകൾ രജിസ്റ്റർ ചെയ്ത അടക്കമുള്ള നടപടികൾ എന്നതാണ് എടുത്തു പറയേണ്ടത്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ മേൽനോട്ടത്തിലാണ് സംസ്ഥാന വ്യാപകമായ ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം റേഞ്ചിൻ്റെ കീഴിൽ, അതായത് കൊല്ലം, അതോടൊപ്പം തന്നെ പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലും അതോടൊപ്പം ഇതിൻ്റെ റൂറൽ ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ 4 ഇടങ്ങളിൽ വ്യാപകമായ പരിശോധന ഇന്നലെ നടന്നു. 4 പോലീസ് ജില്ലകളിൽ വ്യാപകമായ പരിശോധന നടന്നു. ആ പരിശോധനയിൽ
546 കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 572 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ കൂടുതലായി കഞ്ചാവ് ഉപയോഗിച്ചതിന് അറസ്റ്റിലായവർ, അതോടൊപ്പം തന്നെ MDMA ഉപയോഗിച്ചതിന് അറസ്റ്റിലായവർ, ഈ ലഹരി പദാർത്ഥങ്ങളടങ്ങിയ ഗുളികകൾ ഉപയോഗിച്ചതിന് അറസ്റ്റിലായവർ, ഇങ്ങനെ വിവിധ കാറ്റഗറി തിരിച്ചുകൊണ്ടാണ് പോലീസ് ഈ കണക്കുകൾ പുറത്തുവിടുന്നത്. അതോടൊപ്പം 4 കിലോ 4.5 കിലോയോളം, ഏതാണ്ട് 4.5 കിലോയോളം കഞ്ചാവ് വിവിധയിടങ്ങളിൽ നടന്ന പരിശോധനയിൽ ഈ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നർക്കോട്ടിക് സെൽ DYSPയുടെ മേൽനോട്ടത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വ്യാപകമായ പരിശോധന സംസ്ഥാനത്തിൻ്റെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ തീരമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നത്. പെരുമാതുറ, അഞ്ചുതെങ്ങ്, വർക്കല, ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ പരിശോധന നടന്നു. അതിനിടയിൽ മറൈൻ എൻഫോഴ്സ്മെൻറ്റും അതോടൊപ്പം തന്നെ ഡാൻസ് ഓഫ് സംഘവും ഈ പരിശോധനയിൽ നർക്കോട്ടിക് സെൽ DYSP ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തെ സഹായിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വ്യാപകമായ പരിശോധനയിൽ ലഹരി വിപണനം നടത്തിയിരുന്ന ഒരാൾ പിടിയിലായിട്ടുണ്ട്. ഈ തീരമേഖലകളിലാണ് തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് പുറത്തു വരുന്നത്. കാരണം അത്രയധികം ലഹരി സംസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇവിടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചാണ് ഈ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ഇതെങ്ങനെയാണ്, എവിടെ നിന്നാണ് ലഹരി എത്തുന്നതെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഇതുവരെയും മനസ്സിലാക്കിയിരുന്നത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി ട്രെയിൻ മാർഗമോ അല്ലെങ്കിൽ മറ്റ് ഗതാഗത സംവിധാനങ്ങളിലൂടെ എത്തിക്കുമെന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസത്തിനിടെ കൊച്ചിയിൽ 2 യുവാക്കൾ, ഒന്ന് തിരുവനന്തപുരം സ്വദേശിയാണ്, 2 യുവാക്കൾ ലഹരിയുമായി പിടിയിലായത് ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഡാർക്ക് നെറ്റ് വഴി ലഹരി ഓർഡർ ചെയ്ത് കൊറിയർ വഴി കേരളത്തിലേക്ക് എത്തിച്ച് വിൽപ്പന നടത്തുന്ന ഒരു പുതിയ പ്രവണത കൂടി കേരളത്തിൽ രൂപപ്പെടുന്നു വരുന്നുണ്ടല്ലോ. അതായത് എങ്ങനെയും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പരിശോധന വെട്ടിച്ച് ലഹരി ഇവിടേക്ക് എത്തിക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ ഈ ലഹരി മാഫിയ പ്രയോഗിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഈ ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങളെ തടയാൻ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാവുക? അന്തർ സംസ്ഥാന യാത്രാ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരുന്നു നേരത്തെ ഈ ലഹരി മാഫിയ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതായത് നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന അല്ലെ അവിടെ നിന്ന് വരുന്ന ബസ്സുകൾ, ട്രെയിനുകൾ, ഇങ്ങനെ മറ്റ് ഇതര 2 സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന യാത്രാ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി ലഹരി സംഘങ്ങൾ അവരുടെ വല വിപുലമാക്കിയപ്പോൾ അത് പിടികൂടുന്നതിന് വേണ്ടി അതിർത്തി മേഖലകളിലടക്കം മിന്നൽ പരിശോധനകളുമായി എക്സൈസും പോലീസുമൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്താൻ തുടങ്ങി. അതോടെയാണ് അവർ ആ റൂട്ട് ഡൈവേർട്ട് ചെയ്ത് പിന്നീട് ജലമാർഗം ഈ ചെറിയ വള്ളങ്ങളിലും ബോട്ടുകളിലുമൊക്കെ ഉൾക്കടലിൽ നിന്ന് ഈ കരയിലേക്ക്, തീരത്തേക്ക് ഈ ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിന്ന് മാറി ഇപ്പോൾ ഓൺലൈനായി ഓർഡർ ചെയ്ത് ഈ ലഹരി വസ്തുക്കൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യം അത് വ്യാപകമായി തന്നെ ഉണ്ട് എന്നാണ് വിലയിരുത്തൽ. അത് പിടികൂടാൻ പോലീസിനും മറ്റ് നിലവിലുള്ള സുരക്ഷാ ഏജൻസികൾക്കും കഴിയാതെ പോകുന്നു, അല്ലെങ്കിൽ ഒരു പരിമിതി ഉണ്ട് എന്നൊരു വലിയ വെല്ലുവിളിയുണ്ട്. അവിടെയാണ് ഈ ലഹരി വ്യാപനം എത്ര കണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു ഭീഷണിയായി, ആശങ്കയായി മാറുന്നു എന്ന കാര്യത്തിലേക്ക് കൂടി ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ഈ വ്യാപകമായ ലഹരിയുടെ ഉപയോഗം തുടർച്ചയായ അക്രമ സംഭവങ്ങൾക്കും കൊലപാതക പരമ്പരകൾക്കും നിഷ്ഠൂരമായ അക്രമങ്ങൾക്കുമൊക്കെ വഴിവെക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് അതിന് തടയിടുക എന്ന ഒരു ബോധ്യത്തോടെ പോലീസിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നത്. പോലീസും എക്സൈസും ഒക്കെ നൽകുന്ന ഒരു സന്ദേശം അന്വേഷണ ഏജൻസികളിലോ അധികാരികളിലോ മാത്രം ഒതുങ്ങുന്ന ഒരു നടപടിയല്ല ലഹരി വിമുക്തി നേടുക എന്ന കാര്യം. അതിന് ഈ ലഹരിയുടെ വേരടക്കാൻ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഇടപെടലുകൾ ഉണ്ടാകണം. അതായത് പെട്ടെന്ന് പെരുമാറ്റത്തിൽ അസ്വാഭാവികതകൾ ഉണ്ടാകുകയും മുറിയടച്ച് കഥകടച്ച് മുറിക്കുള്ളിൽ ഒരുപാട് നേരം ഇരിക്കുകയും ആരോടും സംസാരിക്കുന്നതിൽ താല്പര്യം കാണിക്കാതെ വിമുഖത കാണിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട ശൈലിയിലേക്ക് പെട്ടെന്ന് സ്വഭാവത്തിൽ മാറ്റം വരികയും ഒക്കെ ചെയ്താൽ അതൊക്കെ ഒരു സൂചനയാണ് എന്നാണ് എക്സൈസ് നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ സ്വഭാവത്തിൽ പ്രത്യേകതകൾ കാണിക്കുന്ന ആളുകളെ കൃത്യമായി നിരീക്ഷിച്ച് ആ വിവരങ്ങൾ രഹസ്യമായി പോലീസിനെയോ എക്സൈസിനെയോ അറിയിക്കണമെന്ന നിർദ്ദേശമാണ്, ബോധവൽക്കരണമാണ് അവർ നൽകുന്നത്. അതോടൊപ്പം പോലീസിന് ഇങ്ങനെ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് സംശയമുള്ള ആളുകളുടെ വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടി
എക്സൈസിൻ്റെ ഒരു നമ്പർ കൂടി, പോലീസിൻ്റെ ഒരു നമ്പർ കൂടി ഇപ്പോൾ വാട്സാപ്പ് ആയി വിവരങ്ങൾ കൈമാറുന്ന നമ്പർ കൂടി അവർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഈ നമ്പറിലൂടെ പൊതുജനങ്ങൾക്ക് ഇങ്ങനെയുള്ള പരാതികൾ നേരിട്ട് പോലീസിനെയും എക്സൈസിനെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ വ്യാപകമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നടക്കുന്ന പരിശോധന ഫലം കാണുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഈ അറസ്റ്റുകളുടെ എണ്ണത്തിലും പിടിച്ചെടുക്കുന്ന ലഹരി വസ്തുക്കളുടെയും ഒക്കെ കണക്കിൽ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ഓപ്പറേഷൻ ഡി ഹണ്ടിൽ ഇത്രയധികം ആളുകളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ 4 ദിവസത്തിനിടെ. അത് നമുക്കറിയാം. തിരുവനന്തപുരത്തെ കൂട്ടക്കൊലപാതകം, താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ കൊലപാതകം, ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇപ്പോൾ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ചകൾ ഉണ്ടായിട്ടില്ലേ? എന്തുകൊണ്ടാണ് തുടക്കം മുതൽ ഈ ലഹരി മാഫിയ സംസ്ഥാനത്ത് പിടിമുറുക്കുന്ന ഒരു സാഹചര്യത്തിൽ തുടക്കത്തിൽ പോലീസിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടായില്ല എന്ന് ഒരാക്ഷേപമുണ്ട്. ഇപ്പോൾ ഇനി പോലീസിനെ സംബന്ധിച്ച്, കാരണം ഈ ലഹരി മാഫിയ സംസ്ഥാനത്തിൻ്റെ ഓരോ പോക്കറ്റുകളിലും അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്ര ശക്തമായൊരു വേരോട്ടം ഓരോ മേഖലകളിലേക്കും ഈ ലഹരി മാഫിയയുടെ ഒരു സാന്നിധ്യം ഇറങ്ങി ചെല്ലുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമാണോ ഈ ലഹരി മാഫിയയെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അവർക്കെതിരായി നടപടി സ്വീകരിക്കുക എന്നത്? പോലീസിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പരിമിതികളുണ്ട്. അവർക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നൊരു കാര്യം മാത്രമാണ് പോലീസിന് മുമ്പിൽ ബാക്കിയെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അവിടെ ഉദ്യോഗസ്ഥർ പലപ്പോഴും വ്യക്തമാക്കുന്നത് അവർക്ക് കൃത്യമായ നടപടികളുമായി മുമ്പോട്ട് പോകുന്നതിന് വലിയ സ്വാധീനങ്ങൾ തടസ്സമായി മാറുന്നു എന്നതാണ്. കാരണം തലസ്ഥാനത്തടക്കം വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ ലഹരിയുടെ വ്യാപനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോൾ അത് എത്തി നിൽക്കുന്നത് പല സ്വാധീനമുള്ള വ്യക്തികളുടെയും കുടുംബങ്ങളായിരിക്കും. അങ്ങനെ പോലീസിന് അന്വേഷണം തുടരാൻ കഴിയാത്തൊരു പശ്ചാത്തലമുണ്ട്. അതുതന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഏകോപിപ്പിക്കുന്നതിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുമ്പോൾ നമുക്കറിയാം അത് എത്ര വലിയൊരു ഭീഷണിയാണ് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഈ ലഹരി വ്യാപനം മൂലം ഉണ്ടാകുന്നതെന്നത്. അതായത് മുഖം നോക്കാതെയുള്ളൊരു നടപടി ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ലഹരി വ്യാപനം മൂലമുള്ള ഒരു വെല്ലുവിളിക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നതാണ് നിലവിലെ സാഹചര്യം. യെസ്, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ മഹാകവി ജി സ്മാരകത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. സ്മാരകത്തിലെ LED ലൈറ്റുകളും പൈപ്പ് കണക്ഷനും അക്രമികൾ തകർത്തു. അതിനുശേഷം സ്മാരകത്തിന് സമീപത്തായി നിർത്തിയിട്ടിരുന്ന മണ്ണുമാന്തി യന്ത്രത്തിനും ഇവർ തീയിട്ടു. മണ്ണുമാന്തി യന്ത്രം പൂർണ്ണമായും കത്തി നശിച്ചു. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നവമി, ഇത് നഗരത്തോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ സംഭവം, ഈ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഉണ്ടായിരിക്കുന്നത്. ഇത് എപ്പോഴായിരുന്നു സംഭവം? പോലീസ് ഈ അക്രമികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള സ്മാരകം അത് മറൈൻ ഡ്രൈവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആ സ്മാരകം ഉദ്ഘാടനം ചെയ്ത് 1 വർഷമാകുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രിയായിരുന്നു അത് വന്ന് ഉദ്ഘാടനം നടത്തിയത്. വലിയ ആഘോഷത്തോടെ നടത്തിയതാണ്. പക്ഷെ അതിൻ്റെ ഒരു പരിസര പ്രദേശം നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരാളൊഴിഞ്ഞ ഇടങ്ങളാണ്, അധികം ആരും ശ്രദ്ധിക്കാത്ത. അത്രയും വലിയൊരു സ്മാരകം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും കൊച്ചിയിലെ പലർക്കും ആ സ്മാരകത്തെക്കുറിച്ച് വലിയ ധാരണയില്ല. അങ്ങനെ അത്തരത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്മാരകമാണ്. അവിടെയാണ് ഈ സാമൂഹിക വിരുദ്ധർ വന്ന് ആക്രമണം അഴിച്ചുവിട്ടത്. അവിടെ ഉണ്ടായിരുന്ന LED ലൈറ്റും ഒപ്പം അതിനോടൊപ്പം ചേർന്നുള്ളൊരു സ്വിമ്മിംഗ് പൂളിന്റെ പൈപ്പ്, അതിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പൊക്കെ മുറിച്ചിട്ട നിലയിലാണ്. 2 സെക്യൂരിറ്റി ജീവനക്കാരെ രാത്രി അവിടെ ഉണ്ടായിരുന്നു. അവർ ഓരോ മണിക്കൂറും ഇടവിട്ട് അവിടെ നിർത്തി പുറത്തു വന്ന് പരിശോധനയൊക്കെ നടത്തുന്നതാണ്. അങ്ങനെ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് പുലർച്ചെ ഒരു 2:30 മണിയോടുകൂടി ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന LED ലൈറ്റും പൈപ്പും ഒക്കെ പൊട്ടിയ നിലയിൽ കണ്ടെത്തിയത്. പക്ഷെ ശബ്ദമൊന്നും കേട്ടില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഒപ്പം പോലീസിനെ വിളിച്ചു പറഞ്ഞു. സെൻട്രൽ സ്റ്റേഷനിലെ പോലീസുകാരെത്തി പരിശോധിച്ച് മടങ്ങുകയും ചെയ്തു. രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഈ JCB അടക്കം കത്തി കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ആ തീ പടർന്നതൊന്നും സമീപത്തുള്ള ആളുകളൊന്നും കണ്ടിട്ടില്ല എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അവിടെ CCTV ഇല്ല. ഇത്രയും വലിയ സ്മാരകമൊക്കെ ഉണ്ടായിട്ടും ഒരു CCTV സ്ഥാപിച്ചിട്ടില്ല. CCTV ഉണ്ടായിരുന്നെങ്കിൽ പ്രതികളെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിയുമായിരുന്നു. എന്നാലും സെൻട്രൽ പോലീസ് എത്തി അവിടെ പരിശോധന നടത്തി അടുത്തുള്ള സമീപത്തുള്ള. തീർച്ചയായും അത് തന്നെയാണ് നവമി. കാരണം അവിടെ CCTV ഇല്ല. രണ്ടാമത്തെ കാര്യം, ഈ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം പതിവായിട്ടുള്ള സ്ഥലമാണെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് എന്തുകൊണ്ടാണ് ഇത് തുടർച്ചയായി ഇതുപോലുള്ള ഈ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുടെ സാന്നിധ്യമൊക്കെ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും
ഒരു നടപടിയോ പരിശോധനയോ ഒന്നും പതിവായി നടത്താതിരുന്നത്? ടോം, അത് നമുക്കറിയാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്രമണ സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും പോലീസ് അവിടെ എത്തി കാര്യങ്ങൾ തിരക്കുന്നതും അല്ലെങ്കിൽ ഒരു അറസ്റ്റ്, പ്രതികളെ പിടികൂടുന്നതിലേക്കൊക്കെ കടക്കുകയുള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള സാമൂഹിക വിരുദ്ധരുടെ ആക്രമണമൊക്കെ പതിവാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കൊച്ചി നഗരത്തിൽ. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഒരു നിരീക്ഷണമൊന്നും രാത്രി ഉണ്ടായില്ല. JCB അവിടെ കത്തിക്കരിഞ്ഞ നിലയിലാണ്. അങ്ങനെ തീ പടർന്നതൊന്നും ആരും കണ്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അത്രയും ആളൊഴിഞ്ഞ ഒരു പ്രദേശമാണ് അവിടെ ഉള്ളതെന്ന് മനസ്സിലാകും. നമ്മളവിടെ പോയി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ആ ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തന്നെ ഒരു വിജനമായ ഇടത്താണ്. റോഡിൽ നിന്നൊക്കെ കുറച്ച് ഉള്ളിലേക്കാണ്. അവിടേക്ക് ആളുകൾ വന്നാലും അവിടെ എന്ത് സംഭവിച്ചാൽ പോലും പുറം ലോകം അറിയാത്ത ഒരു രീതിയിലേക്കാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പോലീസ് എന്തായാലും ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. സമീപത്തെ ഫ്ളാറ്റുകളിലെ CCTV അടക്കം എടുത്തതിന് ശേഷം ഒരു പരിശോധന നടത്താനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. സെക്യൂരിറ്റിക്കാരും പറയുന്നത് ഇത്രയും നാളും ഇവിടെ ഇങ്ങനൊരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല, ആദ്യമായാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നതെന്നാണ്. എന്തായാലും ആരാണ് ഇത്രയും ക്രൂരത ചെയ്തതെന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ കഴിയും. ടോം, വ്യക്തമാണ്. നവമി സൂചിപ്പിച്ചതുപോലെ ആരാണ് ഈ ആക്രമികളെന്ന് കണ്ടെത്തണം. സാമൂഹ്യ വിരുദ്ധരുടെ ലഹരി സംഘങ്ങളുടെ അഴിഞ്ഞാട്ടത്തിനുള്ള വേദിയായി പലയിടങ്ങളും നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ മാറുന്നൊരു കാഴ്ചയാണിപ്പോൾ പലയിടത്തു നിന്നും കാണാൻ കഴിയുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.